കടവിലന്നരയ്ക്കു വെള്ളം അന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വെള്ളം. ഹലോ, തുഴഞ്ഞത് എങ്ങോട്ട് പോന്ന്? ഇത്തിക്കര ആറ്റിലോട്ട് പോകുന്നു. ഞാൻ സാമ്പാറിൽ അടക്കുവാടാ ഇവിടെ കിടന്ന്. സാമ്പാറോ? ഇത് സാമ്പാറല്ല, പെരിയാറ്. പെരിയാറോ? അടിപൊളി വെള്ളം നിറഞ്ഞു കിടക്കുമല്ലോ ഇതിനകത്ത്. പൊന്നണിയാ, ഗ്യാസ് കിട്ടാനില്ല. ഉള്ള സാമ്പാർ ഞാൻ ഉള്ള ഗ്യാസ് ഞാൻ വറ്റിച്ചെടുത്തോണ്ടിരിക്കുക കേട്ടോ. ഗ്യാസ് കിട്ടാനുള്ള ഐഡിയ ഒക്കെ ഞാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് വാ. അത് പറഞ്ഞാടാ. അതായത് എണ്ണിക്കൊണ്ടൊരു 5 ഉരുളൻകിഴങ്ങ്, ഒരു 15 ചക്കക്കുരു, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തൊരു കൂട്ടുണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ ഗ്യാസ് തോനെ വരും. ഞാൻ പുതിയത് ഉണ്ടാക്കൊണ്ട് വരും. ഇവൻ പഴയത് പുഴുങ്ങി എന്നെ നെഞ്ചത്ത്. മനസ്സിലായി ഈ പൈസ പോകുന്ന പോക്ക് എന്ന് പറഞ്ഞു. അതെ, പുള്ളിക്കാരൻ എനിക്ക് അറിയത്തില്ല. നേരം വെളുത്തതിന്റെ കാല് പിടിച്ച് പറഞ്ഞ് എനിക്ക് ജോലിയില്ല, കൂലിയില്ല, ചെറുപ്പക്കാരൻ എനിക്ക് പണി തരണേന്ന്. അപ്പൊ അവ എനിക്ക് പണി തന്നോണ്ടിരിക്കുക കേട്ടോ. നേരം വെളുത്ത് നീ എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ നിന്റെ ലിസ്റ്റ് എഴുതി തന്ന് കടയിൽ പോയി സാധനം മാറ്റോണ്ട് വരാൻ. 8 മണിക്ക് പോയനാ, മണി ഇപ്പൊ 12:30 മണിയായി. ഇതവരെ എവിടെ ആയിരുന്നാ നീ? എന്റെ അണ്ണൻ ലിസ്റ്റിൽ എഴുതി എല്ലാ സാധനങ്ങളും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ വേണം. അതുപോലെ അണ്ണൻ ലിസ്റ്റിൽ എഴുതിയതുപോലെ കടലിൽ പോയി ഇരുന്നിട്ടുണ്ട്. കടലിൽ പോയിരുന്നോ? എവിടെ എഴുതിയേക്കുന്നു? അണ്ണൻ ലിസ്റ്റിന്റെ അവസാനം എഴുതിയേക്കുന്നത് കടലിൽ പോയി ഇരിപ്പ്. കടലപ്പരിപ്പ്. കടലപ്പരിപ്പിന് കടപ്പുറത്ത് പോയി നിറങ്ങിട്ട് വരുന്നു. ഉച്ചക്ക് കൊടുക്കണ സാമ്പാറാ കേട്ടോ. കടലപ്പരിപ്പില്ല സാമ്പാർ അങ്ങനെ ഉണ്ടാക്കും. എനിക്ക് വയ്യ, വേണ്ട, അത് വേണ്ട. നീ സാമ്പാർ ഇടാനുള്ള മസാല ഇട്. മസാല ഞെറാ. അണ്ണാ, മസാല വാങ്ങിക്കാൻ മറന്നുപോയി. മുരളി തല്ലി കൊല്ലുവേ. മുരളി തല്ലി കൊല്ലുവേ. അല്ല മസാല. അപ്പൊ മസാല ഇടാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുണ്ണാ? നിന്റെ മൊബൈൽ ഞെറാ. എന്താണ് എന്റെ മൊബൈൽ? നിന്നെ കണ്ടപ്പോഴേ ഈ ലോകത്തുള്ള കംപ്ലീറ്റ് മസാല എന്റെ മൊബൈലിനകത്തുണ്ട് കേട്ടോ. അവിടെ നീരട്ട് കൈ ഞാൻ പറ്റും തൊട്ട് കഴിഞ്ഞു കേട്ടോ. ആ ബംഗാളിയെ കണ്ടുപിടി. ബംഗാളി കണ്ടു. നേരം വെളുത്ത് അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞടാ സാമ്പാറിനകത്തുള്ള ചേരുവക ഇടണേ. അവൻ അതിട്ട് മാന്യമായിട്ട് കപ്പ പൊളിക്കുന്നത്. അങ്ങനെ വേണം ബംഗാളി. അല്ലാതെ ഇത് ബംഗാളിയെ കണ്ട് പഠിക്കരുത്. അവൻ്റെ അടുത്ത് ചേരുവ ഇടാൻ പറഞ്ഞപ്പോ സാമ്പാറിനകത്ത് ചിരവെടുത്തിട്ടേക്കുന്ന നിന്നെ കൊന്ന് ഞാൻ കൊരവയിടും പറഞ്ഞിട്ടുണ്ട്. വേല ഈ പഞ്ചായത്ത് കണ്ടുപോകരുത് കേട്ടോ. ഉണ്ടാക്കാൻ വന്നേക്കുന്നു മാനസികമായിട്ട് തകർന്നിരിക്കുമ്പോഴത്തേനാ. ഈ കടയൊക്കെ എങ്ങനെ വന്നെ ഇവിടെ? എന്റെ പൊന്നു മോനെ, നിനക്കറിയാൻ പറ്റത്തോണ്ടാ ഒരുപാട് കഷ്ടപ്പെട്ടാ ഈ കട ഈ പരുവാക്കിയത്. പണ്ട് ഈ കടയുടെ പിറന്നോട്ടൊക്കെ ഓലയായിരുന്നടാ. ഫ്രണ്ട് ഓടുമായിരുന്നു. എന്നിട്ട് ആര് പിടിച്ചു കെട്ടി? ഓടിപ്പോയ ഫ്രണ്ടിന്. അല്ല, അണ്ണനെ പറഞ്ഞ ഫ്രണ്ട് ഓടായിരുന്നു. എടാ മുമ്പ് പക്ഷെ ഓടായിരുന്നെന്ന്. പിന്നല്ലേ ഇത് വാർത്തത്? ഇങ്ങനെ പറഞ്ഞതല്ലോ. പിന്നല്ല അത് വന്ന് ഈ ന്യായം രാവിലെ വന്ന് ആള് കാണിച്ചു. പക്ഷെ ആരാ എന്താ നമുക്കറിയത്തില്ലല്ലോ. നിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഞാൻ വന്നപ്പോ അച്ഛനും അമ്മ ഉണ്ടോണ്ടിരിക്കുക. ഇപ്പൊ പൂച്ച ഉണ്ടോണ്ടിരിക്കുക. ഇപ്പൊ പെട്ടെന്ന് വന്നാൽ ഇച്ചിരി മുള്ളെങ്കിലും കിട്ടും. എന്താ നിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവിടെ ആയിക്കട്ടെ. അണ്ണന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഞാനും എന്റെ ഭാര്യയും പിന്നെ എന്റെ അമ്മാവനും. അമ്മാവനായിരുന്നതേ എന്റെ ഏറ്റവും വലിയ ബലം എന്ന് പറയുന്നത്. അമ്മാവന് ഈ കൂപ്പിലായിരുന്നു ജോലി. അമ്മാവൻ കൂപ്പി പണി ചെയ്തോണ്ടിരുന്നപ്പോഴത്തേന് അമ്മാവന് ആനയെ നോട്ടമായിരുന്നു. ആനയെ നോക്കി 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 നിന്നിട്ട് അമ്മാവൻ തലവറങ്ങി അങ്ങ് വീണു. നിന്നിട്ട് അപ്പൊ തന്നെ കൃത്രിമ ശ്വാസം കൊടുത്ത്. പക്ഷെ തത്തുപോയി. ഈ കൃത്രിമ ശ്വാസം കൊടുത്ത ആള് രക്ഷപ്പെടുത്തില്ലോ. എന്റെ പൊന്നുമോനെ, ഈ കൃത്രിമ ശ്വാസം കൊടുത്തത് ആനയാ. ബലൂൺ പൊട്ടുന്ന ശബ്ദം മാത്രമേ ഞാൻ കേട്ടുള്ളൂ. പറഞ്ഞ മനസ്സിലായോ? കഷ്ടമായി പോയണ്ണ. പക്ഷെ അണ്ണ ഇവിടെ കിടന്ന് ഇങ്ങനെ ഒറ്റ കിടന്ന് കഷ്ടപ്പെടേണ്ട കാര്യമില്ല. വീട്ടിൽ നിന്ന് ഭാര്യയെ കൂടെ കൊണ്ടിരുത്തി അണ്ണൊരു സഹായത്തില്ലയോ? എടാ അവക്ക് സുഖമില്ലടാ. അവക്ക് നടുവേദന. ഇപ്പൊ വെയിറ്റ് ഇട്ട് കിടക്കുവാ. എന്റെ അണ്ണ, എനിക്കും ഇച്ചിരി നടുവേദനയും കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നും പറഞ്ഞ് ഞാൻ വെയിറ്റിട്ടുണ്ട് നടക്കത്തില്ല. എനിക്കങ്ങനെ ആരും മുമ്പ് വെയിറ്റ് ഇടുന്ന ഇഷ്ടമില്ല. അണ്ണന്റെ ഭാര്യക്ക് എന്തൊരു വെയിറ്റ് അല്ല ഇത്. നീ പറയുന്ന പോലെ പഞ്ചായത്ത് പ്രസിഡന്റ് നടക്കുമ്പോൾ ഇങ്ങനെ വെയിറ്റ് ഇട്ട് നടക്കുമല്ല എന്റെ ഭാര്യ കേട്ടോ. അവള് വെയിറ്റ് ഇട്ട് കട്ടിലെ ഇറങ്ങാൻ വയ്യാതെ കിടക്കുവാന്നാ ഞാൻ പറഞ്ഞത്. ഒന്നാമത് എന്റെ പൊന്നാണ് ഞാൻ മെനഞ്ഞാൽ തന്നെ കട തുറന്നു. ഒരുപാട് നഷ്ടമാ. എടാ പനി വന്നടാ. കടയ്ക്കാ നല്ല ചൂട് അടിച്ചായിരുന്നു. കടക്കല്ല, എനിക്ക് പനി വന്നെന്ന്. പനി എങ്ങനെ വന്നാ? ടാക്സി പിടിച്ചു വന്നു. ഇവിടെ ചോറൊക്കെ എങ്ങനെ? വെള്ളം തിളച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് നേരെ അതിനകത്ത് അരിയിടും. തിളച്ച് മറന്ന് വെള്ള ചോറിനകത്ത് ചിലപ്പോ ചെറിയ വര കാണും. ഇവിടുത്തെ ചോറെങ്ങനാ? അവിടുത്തെ ചോറെങ്ങനെയാടാ? ഞങ്ങളുടെ ചോറെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ പാടത്തിങ്ങനെ നെൽക്കതിന് പകരം ചോറ് ഇങ്ങനെ കിളിച്ചു വരും. ഞങ്ങൾ പാത്രം കൊണ്ട് ചെല്ലും, ഇങ്ങനെ ചോറ് തട്ടിയിട്ട് വാരി തന്നു. എന്ത് ചോറോ? അണ്ണന്റെ പനിക്ക് ടാക്സി വിളിച്ച് വരാങ്കിലേ എന്റെ ചോറ് പാടത്ത് കിളിച്ചിരിക്കും. എന്താ കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല, ഞാൻ ഒന്നും പറയുന്നില്ല. അണ്ണാ ചായ അടിക്കണ? ഒരടി അടിക്കും. രണ്ടാമത്തെ ചെവിക്കല്ലി ഞാൻ മുളകി അടി കൊടുക്കും. ആര്? അച്ചായന്. അച്ചായനല്ല അണ്ണൻ ചായ അടിക്കുമെന്ന് ചോദിച്ചത്. ചായ അടിയോടെ നിക്കട്ടെ. നിന്റെ പുക്കള് നട്ടല് കണ്ടിട്ടുണ്ടോ? നട്ടൽ കണ്ടിട്ടില്ല. എന്റെ പുക്കള് കണ്ടിട്ടുണ്ട്. പട്ടിണി കിടന്ന് വയറൊട്ടി ഒട്ടി 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 നേരെ ഈ നട്ടലുമായിട്ട് പുക്കളെ മുട്ടും. ഈ പുക്കളൊട്ടിയ സമയത്ത്
ഞാൻ നേരെ ഇവിടുന്ന് രാജസ്ഥാനിലേക്ക് വണ്ടി കയറി. അവിടെ ഭയങ്കര ചൂടാ. ഈ ചൂട് സമയത്ത് ഒരു ദിവസം തണുത്ത വെള്ളം കുടിച്ചപ്പോ ടിസ്കേ എന്നൊരു ശബ്ദം. അതെന്തുകൊണ്ടാ ടിസ്കേ എന്നൊരു ശബ്ദം? നട്ടലും പുക്കളും ഒട്ടിയിരിക്കില്ലയോ? ഈ വെള്ളം ചെന്നപ്പോ പുക്കള് നട്ടലിൽ അങ്ങ് വിട്ട് തെറിച്ചൊരൊറ്റ പോക്ക്. ഓഹോ, അപ്പൊ അണ്ണന്റെ പുക്കൾ ഇപ്പോഴും രാജസ്ഥാനിൽ കിടക്കുവാ. പിന്നെ ഈ ഇരിക്കുന്ന അമ്പിളിയമ്മാവനെ പറഞ്ഞ് ഒട്ടിച്ചു വെച്ചേക്കുവാ. ഇവിടെ ഉണ്ടായിരുന്നല്ലേ? പക്ഷെ കാര്യം എന്തൊക്കെ പറഞ്ഞാൽ ഇവിടുത്തെ ആഹാരമൊക്കെ കഴിച്ച് അണ്ണന്റെ വയറങ്ങ് ചാടിപ്പോയി. 3 വട്ടം ചാടിപ്പോയതാ, ഓടിച്ചിട്ട് പിടിച്ച് കെട്ടി വെച്ചേക്കുവാ. വയറേ, നീ വയറ് ചാടിപ്പോയ കണക്കെടുക്കാൻ വന്നാണ് ഇവിടെ ജോലി ചെയ്യാൻ വന്നാന്നോടാ. എനിക്ക് വല്ല ജോലി എന്താ ഞാൻ ചെയ്യട്ടെ? കറക്റ്റായിട്ട് ചെയ്ത് വന്നപ്പോ ജോലി അവരോട് കേക്കട്ടെ. ഇവൻ ആദ്യം വന്നപ്പോഴത്തേക്കും ഞാൻ ആദ്യം ജോലി ഏൽപ്പിച്ചു. ഞാൻ പറഞ്ഞു ഇന്നത്തെ സ്പെഷ്യൽ കാട ഫ്രൈ എന്ന് എഴുതി വെക്കാൻ പറഞ്ഞു. അവ എഴുതി വെച്ചേക്കുന്ന കാട്ടാക്കടയെന്ന്. അണ്ണാ, സത്യത്തിൽ അണ്ണൻ കൗണ്ടർ അടിച്ച് തെറ്റിക്കാൻ വേണ്ടി എഴുതിയതല്ലത്. ശരിയായിട്ട് എഴുതിയ കൗണ്ടർ എല്ലാം കേട്ടിട്ടുണ്ട്. അതല്ലണ്ണാ, ഇത് കഴിയാമ്പോ പറയോ അണ്ണാ, കാട്ടാക്കട എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ട്രെൻഡ് അല്ലേ ഉണ്ണാ? ആ ട്രെൻഡ് പറഞ്ഞു അതെനിക്ക് അണ്ണാ, അണ്ണൻ നമ്മൾ ട്രെൻഡിനൊത്ത് ജീവിക്കണം. അണ്ണാ ഇങ്ങോട്ട് വാ. അതായത് നമ്മളെന്ന് പറഞ്ഞാൽ നമ്മളെ ഈ കടയുടെ പേരെന്തുവാ? നമ്മുടെ രുചി ഹോട്ടൽ. ആ, അടിപൊളി. വായ്ക്ക് രുചിയില്ലാത്ത ഭക്ഷണം ഉണ്ടാക്കി വെക്കുകയും ചെയ്യും. രുചി ഹോട്ടലിന്റെ പേര്. ഹോട്ടലിന്റെ കാര്യം പറയുന്നത് നീ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി. അണ്ണാ, നമ്മളെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഓരോ ഹോട്ടലിന്റെ പേര് എങ്ങനെയൊക്കെയാണ്? ദേ അളിയന്റെ കട, ദേ മാമന്റെ കട, ദേ ഇങ്ങോട്ട് നോക്കിയാ ഇവിടെ തട്ടുകട. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഹോട്ടലിന്റെ പേരിന്റെ കൂടെ ദേ അങ്ങ് ചേർക്കണം. അതിപ്പോ ഏത് പേര് ചേർക്കൂടാ ഇപ്പൊ? അണ്ണൻ ഈ പരിസരത്ത് അണ്ണനെ എങ്ങനെ അറിയുന്നു? ഓ ആ പിന്നെ ഈ ഇടയ്ക്ക് എനിക്ക് ഈ അപ്പൻഡീസിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും അപ്പൻഡീസിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് രവിയുടെ കടയെന്ന് പറയാറുണ്ട്. മതി, ദേ അപ്പൻഡീസിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ രവിയുടെ കട. എന്നിട്ട് അണ്ണന്റെ വയറിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ ഫോട്ടോയും കൂടെ ഫ്ലെക്സ് അടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ കടയിൽ ജനപ്രവാഹമായിരിക്കും. ദൈവമേ, പൈൽസിന്റെ ഓപ്പറേഷൻ കഴിയാഞ്ഞത് ഭാഗ്യം. ഏത് പടം ഫ്ലെക്സിനകത്ത് വെക്കും? തലവഴിയാ മുൻകൂട്ടോണ്ട് അടക്കേണ്ടി വന്നിരുന്നു ഞാൻ. അണ്ണാ, പൈൽസിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ തലയിലല്ലല്ലോ മുണ്ടിട്ടുണ്ടത്. പറഞ്ഞാ കൂടിപ്പോവും. അതും ഇതും പറഞ്ഞോണ്ടിരിക്കാതെ ആ പിന്നെ കോൺക്രീറ്റ് പണി ചെയ്യുന്നില്ലേ, അവർക്ക് 50 ഊണ് പൊതിയാൻ നോക്കി ചെല്ലു പെട്ടെന്ന് ആവട്ടെ. അതിനിവിടെ ആ ഊണൊക്കെ എവിടെ? ഊണ് ആരുണ്ടാക്കിന്ന്? കഴിഞ്ഞ ആഴ്ച ഉണ്ടാക്കിയ ഊണ് അവിടെ കിടപ്പുണ്ട്, ചൂടാക്കി കേറ്റ്. ആ, അത് കൊള്ളാം. അപ്പൊ പഴയ ഭക്ഷണ സാധനങ്ങൾ കൊടുക്കുന്നതാണ് അണ്ണന്റെ ജോലി അല്ലേ? പഴയതിനെ കുറിച്ച് നീ പറയണ്ട. എന്ത്? നീ വന്നേ, എന്തോ? ഒരു സിനിമ ഇറക്കാൻ ഇപ്പൊ എത്ര രൂപ? ഒരു 200 കോടിയാവും. ഇടേ ഈ എണ്ണയ്ക്ക് ഇപ്പൊ എത്ര കിലോ? 150 രൂപ. 150 രൂപ. പഴയ പടം 200 കോടി പിടിച്ചിട്ട് എല്ലാ തിയേറ്ററിലും റിലീസ് എന്ന് പറഞ്ഞോണ്ട് ഓട്ടിക്കാം. 150 രൂപയ്ക്ക് വാങ്ങിക്കുന്ന ഒരെണ്ണ ഒരാഴ്ച കഴിഞ്ഞിട്ട് എടുത്ത് കടുവ് വറുത്ത അപ്പഴേ അറച്ച് ചെയ്ത് അകത്ത് കൊണ്ടുപോകും. ഇതെവിടുത്തെ ഏർപ്പാട്? അപ്പൊ ഈ മായം ചേർത്ത ഫുഡൊക്കെ ഇവിടെ ഉണ്ടാക്കി കൊടുക്കാറുണ്ടോ? ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് ചെറുതായിട്ടൊക്കെ മായം ചേർക്കും. അതൊക്കെ സഹിക്കണം. നീ എന്റെ കാര്യം നോക്കണേ ഇവിടുന്ന്. അപ്പൊ ഈ കട ഫുഡ് ഇൻസ്പെക്ടർ വന്നാൽ അണ്ണൻ കൈമടക്കി വെച്ച് ഞാൻ പൈസ കൊടുക്കും പോവും. ഒരു ഫുഡ് ഇൻസ്പെക്ടർ വേഷം മാറി വന്നാൽ അണ്ണൻ എന്ത് ചെയ്യും? എങ്ങനെ വേഷം മാറി വന്നാലും ഫുഡ് ഇൻസ്പെക്ടർ വന്നാൽ എനിക്ക് മണം അടിക്കും, ഞാൻ അപ്പോഴേ പോക്കും. എങ്കിൽ നല്ലപോലെ ഒന്ന് മണത്ത് നോക്ക്. മണം വരുന്നില്ല? മണം വരുന്നില്ല. ഓ, ഇപ്പൊ എങ്ങനെയുണ്ട്? മനസ്സിലായ? എനിക്ക് ആദ്യം മനസ്സിലായില്ല, ഇപ്പൊ മനസ്സിലായ? ഇപ്പൊ മനസ്സിലായി. ആ, പറ. പായസത്തിൽ ഇടുന്ന ഉണക്കമുന്തിരി. അതല്ല, ഇപ്പൊ മനസ്സിലായ? മുടിയില്ലാത്ത തല. പിന്നെ ഇപ്പൊ മനസ്സിലായ? ഇപ്പൊ മനസ്സിലായി. ഇതെല്ലാം വെപ്പും, ഇത് ഒറിജിനൽ. എന്നെ മനസ്സിലായില്ല? എന്നെ മനസ്സിലായില്ല? മനസ്സിലായില്ല. ഞാൻ ഫുഡ് ഇൻസ്പെക്ടർ ആണോ? എന്റെ സാറേ, അതങ്ങ് പള്ളി പറഞ്ഞാ മതി. ഫുഡ് ഇൻസ്പെക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ ഇങ്ങനെയുള്ള കാർഡ് പൊക്കി കാണിക്കുമല്ലേ, അതെവിടെ? അത് പൊക്കി കാണിച്ചാൽ ഇയാൾക്ക് മനസ്സിലാവും. എങ്കിലും മനസ്സിലാവത്തുള്ളൂ. ഇന്നാടാ കണ്ടോ, അതാ കിടക്കുന്നത്. അടപ്രഥമനാ? ഏടി പ്രതാപൻ. ഫുഡ് ഇൻസ്പെക്ടർ. ആ മോനെ, നിനക്കുള്ള സേമിയ പായസം അകത്ത് എന്നിട്ട് തരാം. അല്ല സാറേ, ഈ ഗ്യാസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെറിയ കൂടാ ഇപ്പൊ പണികളൊക്കെ കാണിച്ചോണ്ടിരുന്നത്. ആണോ? ഗ്യാസ് ഇല്ലാത്തതാണ് നിന്റെ പ്രശ്നം. പകുതി ഗ്യാസ് പോയി. ബാക്കി ഗ്യാസ് പോലീസുകാർ കളഞ്ഞോളും. കേറാ ഇങ്ങോട്ട്. ഞാനിപ്പോഴും സജിയണ്ണന്റെ പൊക്കിളിൽ നിൽക്കലേ ഉള്ളൂ. രാജസ്ഥാൻ വരെ പോയി നമ്മൾ. ഒരു പൊക്കിളെ പോയി ഒട്ടിയ ഒട്ട് നട്ടല്ലിന് പോയി ഒട്ടിയിട്ട് അത് റെഡിയാക്കാൻ വേണ്ടി രാജസ്ഥാനിൽ പോയി തണുത്ത വെള്ളം കുടിച്ചത്. വിഷലി കിട്ടി. ഇങ്ങനെ പോകുന്നത് അതിനും വലിയ ദാരിദ്ര്യം ഇല്ല കേട്ടോ. നട്ടല്ലി പോയി പൊക്കിലൊട്ടിയത് നല്ലതായിരുന്നു മൊത്തത്തിൽ, അല്ലേ ശ്വേത ചേച്ചി? ഓ, ഇപ്പോഴത്തെ ആ ഗ്യാസിന്റെ ആ കാര്യമെല്ലാം ഇങ്ങനെ ആലോചിക്കണ്ടായിരുന്നു. എന്താണല്ലേ, എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അതൊക്കെ എന്തായാലും നല്ല ഒരു എനർജി പാക്ഡ് ഒരു സ്കിറ്റായിരുന്നു. ചിലവരെ നിങ്ങൾ ഓക്കെ അല്ലേ? എടാ, താടിയൊക്കെ കിടന്ന് കുലുങ്ങുന്നുണ്ടായിരുന്നു ഇടയ്ക്ക്. എന്തായാലും നമുക്കത് കാണാം. ഇവരുടെ തടിയുടെ നീളമൊക്കെ കാണണ്ടേ? കാണിച്ചു തരാം. അതിന് മുമ്പ് നമുക്ക് ഇവിടുത്തെ ബാറ്ററി എത്രത്തോളം ചാർജ് കയറി എന്നുള്ളത് നോക്കണ്ടേ ചേച്ചി? നീളായിട്ട് ചാർജ് ചെയ്തു. അതെ, നമുക്ക് നോക്കാം. ഓക്കെ, ഓക്കെ. പ്രവീൺ ചേട്ടന്റെ താടി പോലെ ആയോ നോക്കാം. കരനിറയെ പണമൊഴുകണ കടി പറന്നിറയേണ്ട ചിരി ചിരി പല ചിരി ധൃതതും തന താളത്തിൽ ഞാൻ കരനിറയെ പണമൊഴുകണ കളി പറന്നിറയേണ്ട ചിരി ചിരി പല ചിരി ധൃതതും തന താളം. 30
30,000 rupees ആണ് നേടിയിരിക്കുന്നത് ശ്വേത ചേച്ചി. ദാ. 30,000 രൂപ. Okay. ദാ. അക്കൗണ്ടിൽ പൈസ കയറിയിട്ടുണ്ട്. ഹാപ്പി അല്ലേ? അപ്പൊ നമുക്ക് വീണ്ടും ചിരിപ്പിക്കണം, കാണണം.